അപ്പി മുറിയിലായിരുന്നോണ്ടാണ് വിളിക്കാത്തത്. നിനക്ക് വേറെ എന്തെങ്കിലും തുണികളുണ്ടോ? ദാണ്ട് ഇതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ഞാൻ എടുത്ത്. ഇതിനകത്തുണ്ടായിരുന്നതല്ലോ? ഓ, ഞാൻ എടുത്ത്. ദാണ്ട് ഇപ്പൊ വെള്ളത്തിൽ മുക്കിയിട്ടതേ ഉള്ളൂ. നിന്നോട് ആരാ അത് എടുക്കാൻ പറഞ്ഞത്? അയ്യോ, എന്റെ ചുരിദാറെല്ലാം നശിച്ചല്ലോ ഈശ്വര. കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? തോന്നിയവാസം. ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കേണ്ടിരുന്ന ചുരിദാർ എടുത്ത് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുക. ഇനി അത് എന്തിനു കൊള്ളാം? എന്താ അമ്മളിത്? എന്തെങ്കിലും ചെയ്യുമ്പോ ചോദിച്ചിട്ട് ചെയ്യണ്ടേ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച് നനയ്ക്കാ ഉള്ളതായിരിക്കും. സാദിയപ്പയും പറഞ്ഞ് നനയ്ക്കാ ഉള്ളതായിരിക്കും. ഇവളങ്ങനെ പറയുമല്ലോ. എന്റെ സാധനമൊക്കെ നശിച്ചു കാണണമെന്നാണല്ലോ ഇവളുടെ ആഗ്രഹം. എന്താ പുതിയ പ്രശ്നം? ആർക്കാലും ദേഷ്യം വരില്ലേ? ഡ്രൈ ക്ലീനിങ് മാത്രം ചെയ്യേണ്ട വേദയുടെ വില കൂടി ചുരിദാറ് ദേ നിന്റെ വേലക്കാരി എടുത്തിപ്പോ സോപ്പ് വെള്ളത്തിലിട്ടു. അലക്കാനുള്ള വസ്ത്രങ്ങൾ ഇടുന്ന ബാസ്ക്കറ്റിൽ കിടന്നോണ്ടാ അങ്ങനെ ചെയ്തത്. ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ളതായിരുന്നെങ്കിൽ അതെന്തിനാ ഇതിനകത്ത് കൊണ്ടിട്ടത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. എന്റെ ഒരു സാധനം എടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോ അതിന് എന്റെ അനുവാദം ചോദിക്കണ്ടേ? പോട്ടെ, അമ്പിളി ചേച്ചി ഓർത്തു കാണില്ല. ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. അയ്യോ, ആ ചുരിദാർ നശിച്ചാ ഇവൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടാവും. എന്താ വേദ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്പിളി ചേച്ചി അത്ര കാര്യമൊന്നും അല്ല. അത് നിനക്ക്, എന്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. എന്താ പ്രശ്നം? ദേ വേദയുടെ ഡ്രൈ ക്ലീനിങ് ചെയ്യാനുള്ള ചുരിദാർ എടുത്തേ ഇവള് സോപ്പ് വെള്ളത്തിലിട്ടു. അതാണോ? നടക്കാനുള്ളത് നടന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതാ കുഴപ്പം. ഇവരെന്തെങ്കിലും ചെയ്താ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താ ഇവിടെ എല്ലാരും കൂടെ തല പറിക്കാൻ വരും. ഒരേ വീട്ടില് രണ്ട് പന്തി വിളമ്പുന്നത് ശരിയല്ല. ആ ചുരിദാറിന് എന്തായിരുന്നു വില? ഓർമ്മയില്ല. വില നോക്കിയിട്ടല്ല ഞാൻ ഓരോന്ന് വാങ്ങുന്നത്. ദാ ഇത് 6000 രൂപയുണ്ട്. അതിനു പകരം വേറൊന്ന് വാങ്ങിച്ചോ. കാശ് കൊടുത്താൽ അതുപോലൊരെണ്ണം കിട്ടുമോ? അതെ, റേർ പീസായിരുന്നു. ആയിരിക്കാം. അത് നശിച്ചെന്നല്ലേ നീ പറയുന്നേ? നശിച്ച ചുരിദാറിന് പകരം പുതിയൊരെണ്ണം വാങ്ങാനല്ലേ പറ്റൂ. അപ്പോഴും ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കാൻ നീ തയ്യാറല്ലേ? അല്ല, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തെറ്റ് ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. എനിക്കറിയില്ലായിരുന്നു അത് അലക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെന്താ സോറി പറഞ്ഞാല്? ഈ കാര്യത്തിൽ ഞാൻ മാപ്പ് പറയുമെന്ന് നീ വിചാരിക്കണ്ട. അതും പറഞ്ഞ് വാശി പിടിക്കുകയും വേണ്ട. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ മാപ്പ് പറയുന്നതിൽ എന്താ തെറ്റ്? തെറ്റ് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ മാപ്പ് പറയേയില്ല. ആ മോഹം ആരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതിവിടം വെച്ച് അവസാനിപ്പിക്കുന്ന നല്ലത്. എന്തിന്റെ പേരിലാടി നീ കിടന്നിങ്ങനെ നെഗളിക്കുന്നത്? ഇപ്പൊ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതുന്നവരുണ്ടല്ലോ, അവരൊന്നും അധികകാലം നിനക്ക് കൊട പിടിക്കാൻ ഉണ്ടാവില്ല. അറിയാലോ ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന്? നിന്റെ കണ്ണീര് കാണാൻ. അത് കണ്ടിട്ടേ ഞാൻ പോകൂ. നീയേ ഒരു വിവരദോഷിയാ. സാധാരണ വിവരദോഷികള് ഞാൻ അങ്ങനെയാണെന്ന് സ്വയം വിളിച്ചു പറയാറില്ല. പക്ഷെ നീ അങ്ങനെ തന്നെ ചെയ്യാ. ജ്ഞാനപ്പാന വായിച്ചിട്ടുണ്ടോ നീ? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. അതില് പറയുന്നുണ്ട് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും മനുഷ്യന്മാര് തനിച്ചാണെന്ന്. അതുകൊണ്ടേ കൂടെ ഉള്ളവര് എന്നെ ഉപേക്ഷിക്കുമെന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ വരരുത്. ജനിച്ച അന്നു തൊട്ട് ഒറ്റയ്ക്ക് തന്നെയാടി ഞാൻ ഇവിടം വരെ എത്തിയത്. ഒന്നിനെയും പേടിച്ചിട്ടില്ല അന്നു മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് ഊതാൻ വരരുത്. ദാ കാശ്. ചുരിദാർ പകരം മേടിക്കോ മേടിക്കാതിരിക്കോ ചെയ്യ. ഇനി ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ വല്ല സംസാരം ഉണ്ടായാ ഇതുപോലെ പിടിക്കും നിന്നെ. എന്നിട്ട് കോഴിയെ കൊല്ലുന്ന പോലെ കൊല്ലും നിന്നെ. സ്വാതിക്ക് ഈ വീടും ജയിലും ഒക്കെ ഒരുപോലെ അടി. ഓർത്തോ നീ? വേദ പറഞ്ഞ പോലെ ചെയ്യുന്ന ടൈപ്പാ. നിന്നെ കിട്ടില്ലെങ്കിൽ അവൾ എന്നെ ആയിരിക്കും കൊല്ലുന്നേ. അതുകൊണ്ടേ ഈ ചുരിദാർ പ്രശ്നം നമുക്കിവിടെ വിടാം. അത് ആരോഗ്യത്തിന് നല്ലത്. പകരം വേറെന്തെങ്കിലും ചെയ്യാം. ഒരു വഴിയുണ്ട്. ഇതിനുള്ള തിരിച്ചടി ഞാൻ അങ്ങനെ കൊടുത്തോളാം.
പത്രത്തിൽ തിരുത്തു വരുത്താം. പക്ഷേ വേദയുടെ മനസ്സിൽ വരുത്താൻ പറ്റില്ലല്ലോ. ആദ്യം അതാ മാറ്റേണ്ടത്. എങ്കിലേ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കൂ. മനഃപൂർവ്വം അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സമാധാനം കളയണം. എത്ര പറഞ്ഞിട്ട് അവൾക്കെന്താ മനസ്സിലാവാത്തത്? അതാ എനിക്ക് പിടികിട്ടാത്തത്. യുദ്ധത്തിന്റെ കഥയൊക്കെ ഏട്ടൻ മറന്നുപോയോ? അവൾ ഇവിടെ വന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ലേ? അതൊരിക്കലും നടക്കില്ല എന്ന് അവൾക്കറിയാലോ. പിന്നെന്തിനാ അതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾക്ക് ചിലന്തിയുടെ സ്വഭാവ. എത്ര ശ്രമിച്ചാലാ ചിലന്തിക്കൊരു വല ഉണ്ടാക്കാൻ പറ്റുന്നത്? ഉണ്ടാക്കുന്നതിനിടയില് എത്ര തവണ വല പൊട്ടും. പക്ഷേ ചിലന്തി നിരാശപ്പെടാറില്ല. പിന്നെയും പിന്നെയും ശ്രമിക്കും. ഒടുവിൽ വിജയിക്കുകയും ചെയ്യും. വേദ വിജയിക്കുന്നാണോ നീ പറയുന്നേ? എന്തുകൊണ്ട് വിജയിച്ചൂടാ? ഇപ്പൊ തന്നെ അവക്ക് ഇത്രയും ചെയ്യാൻ പറ്റി. ഇനി എന്തൊക്കെ അവള് ചെയ്യും? നിനക്ക് പേടിയുണ്ടോ? പേടിയല്ല, ഒരുതരം എന്തതിന് പറയാ, ഒരുതരം അറപ്പ്, അല്ലെങ്കിൽ നാണക്കേട്, ദേഷ്യം. എന്നെ ഓർത്ത് നീ പേടിക്കേ വേണ്ട. ഞാൻ ഒരിക്കലും നീ പറഞ്ഞ വേദ എന്ന ചിലന്തിയുടെ വലയിൽ കുടുങ്ങില്ല. എനിക്കും അതറിയാം. അതാ എന്റെ ബലം, ആശ്വാസം. നാളെ തന്നെ തിരുത്തു കൊടുക്കും അവര്. അതോടുകൂടി ഇപ്പൊ ഉണ്ടായി കൺഫ്യൂഷൻ മാറും. എന്നിൽ നടനെ ഉണ്ടാക്കിയത് അവളാണത്രേ. അവൾ എന്നെ ആദ്യമായിട്ട് കാണുമ്പോഴേ ഞാൻ നടനാ. അതൊന്നും ഇനി ഓർക്കണ്ട. ആരോ എന്തോ പറഞ്ഞു, അത്രയും വിചാരിച്ചാ മതി. ഒരു തരത്തിൽ നിന്നെപ്പോലൊരു ഭാര്യ ഉണ്ടായതാ എന്റെ ശക്തി. നീ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. അതൊരു ഭാഗ്യ, ഏതൊരാണിന്റെയും ഭാഗ്യം. എനിക്ക് ഈ മനസ്സ് കാണാം. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും അറിയാം. പിന്നെന്തിനാ ഞാൻ സംശയിക്കുന്നത്? ഭാഗ്യം ചെയ്തത് അങ്ങനെ നോക്കുമ്പോ ഞാനാ. ഇതാണോടി തിരുത്ത്? ഇങ്ങനെ തിരുത്തി കൊടുക്കുന്നതാണോ നിന്നോട് ഞാൻ പറഞ്ഞത്? നീൽ മഹേഷ് എന്ന നടനെ സൃഷ്ടിച്ചത് ഞാൻ. ഭർത്താവല്ലാന്ന് തിരുത്തി കൊടുക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെയാണോ അവരെഴുതിയത്? ഇതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രയോജനം? ഞാനല്ലല്ലോ ഇത് എഴുതിയത്. പിന്നെ ഈ വിവരങ്ങളൊക്കെ അവർക്ക് എങ്ങനെ കിട്ടി? നീലുമായിട്ട് പ്രേമിച്ച് നടന്നതും കല്യാണം നടക്കാത്തതും ഒക്കെ അവരെങ്ങനെ അറിഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? ജേർണലിസ്റ്റ് അല്ലേ, കണ്ടുപിടിക്കാനാണോ പ്രയാസം? നീ പറഞ്ഞു കൊടുത്തതായിരിക്കും. അതെ, ഞാൻ പറഞ്ഞു കൊടുത്തത് തന്നെയാ. ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാ. അല്ലെങ്കിൽ നീല് പറയട്ടെ, നീല് പത്രസമ്മേളനം നടത്തി നിഷേധിക്കട്ടെ. എനിക്ക് മനസ്സിലായടി നിന്റെ ലക്ഷ്യം എന്താണെന്ന്. നീലിന്റെ സിനിമ കരിയർ നശിപ്പിക്കണം. ഒരിക്കലുമില്ല. കരിയർ നശിപ്പിക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാം. മാത്രവുമല്ല, എന്റെ കുറെ കാശ് ആ സിനിമയിൽ കിടക്കുമ്പോ നിങ്ങൾ പറഞ്ഞ പോലൊരു മണ്ടത്തരത്തിന് ഞാൻ തയ്യാറാവോ? സ്വയം ന്യായീകരിക്കണ്ട. എത്ര ശ്രമിച്ചാലും നിനക്കതിന് കഴിയില്ല. നീൽ മഹേഷിനെ നടനാക്കിയത് നീയാണത്രേ. നാണയില്ലല്ലോ നിനക്കത് പറയാൻ. നീയുമായിട്ട് അടുപ്പം വന്നതുകൊണ്ട് കുറെ അവസരങ്ങൾ നഷ്ടമായതല്ലാതെ വേറെ എന്ത് സംഭാവനയാടി നീ നീലിന് കൊടുത്തത്? അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലാവും. നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാ ആ അഭിമുഖം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ രണ്ടാളും രണ്ട് വ്യക്തികളാ. ഞാൻ ആരോടും ചോദിക്കാനോ പറയാനോ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ടും അതിന് ശ്രമിക്കണ്ട. നീ കുറിച്ചിട്ടോ. കാര്യങ്ങളുടെ പോക്ക് ഈ നിലയിലാണെങ്കിൽ എന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം. ഒന്ന് പോടോ, കൊല്ലാൻ പോകുന്ന ഒരാള്. താൻ എന്നെ ഓരോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. എന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും തനിക്ക് കഴിയില്ല. പിന്നെയല്ലേ കൊല്ലുന്നത്. താൻ ഒരു കാര്യം കുറിച്ചിട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യും. ഹലോ,
ഞാനിവിടെ എത്തി മാഡം. ആ മാഡം, ഞാനാണ് വേദ. എന്തിനാ മാഡം എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് തന്റെ ഒരു സഹായം വേണം. താനല്ലേ നീലിന്റെ സിനിമയിലെ മേക്കപ്പ് മാൻ? അതെ. അപ്പോ എന്നെ സഹായിക്കാൻ തനിക്കേ പറ്റൂ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. താൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. നുണ പറയരുത്. പ്രേമിച്ചിട്ടുണ്ട്, പക്ഷെ അത് സക്സസ് ആയില്ല. എന്താ കാരണം? അവളെ കെട്ടാനുള്ള ജോലി എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ അവള് വേറൊരാളുടേതായിട്ട് മാറി അല്ലേ? അതെ. അവളെക്കുറിച്ച് താൻ ഇപ്പൊ ഓർക്കാറുണ്ടോ? ഇല്ല മാഡം, ഓർത്തിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. വെറുതെ മനസ്സ് വിഷമിപ്പിക്കാന്നല്ലാതെ. അപ്പൊ വിഷമമുണ്ട്. പിന്നെ ഇല്ലാതിരിക്കൂ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ. അത് തന്നെയാ എന്റെയും പ്രശ്നം. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. കാശില്ലാത്തതായിരുന്നില്ല ഞങ്ങൾക്കിടയിലെ പ്രശ്നം. എന്നെ ചതിച്ചു. കല്യാണം നടക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന ഞാൻ മണ്ടിയായി. ആരാ മാഡത്തെ ചതിച്ചത്? നീൽ, തന്റെ ഹീറോ നീൽ മഹേഷ്. ഞാനിപ്പോ നീൽ മഹേഷിന്റെ അനിയന്റെ ഭാര്യ. എന്തു ചെയ്യാം, എന്റെ യോഗം അതായിപ്പോയി. പക്ഷേ എനിക്ക് പഴയതൊന്നും മറക്കാൻ പറ്റില്ല. എന്നെ ചതിച്ചവനെ എനിക്കും ചതിക്കണം. ഞാൻ അനുഭവിക്കുന്ന വേദന അതെത്ര വലുതാണെന്ന് നീലും അറിയണം. അതൊക്കെ വേണോ മാഡം? വേണം. അതിനുവേണ്ടിയാ തന്നെ കാണണമെന്ന് പറഞ്ഞത്. എന്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. താൻ വിചാരിച്ചാ അത് നടത്താൻ പറ്റും. വെറുതെ വേണ്ട, നല്ലൊരു തുക പ്രതിഫലമായിട്ട് ഞാൻ തരും. തനിക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലിയൊരു തുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം സഹായിക്കാമെന്ന് താൻ പറയണം. എങ്കിലേ ഞാൻ എന്റെ പ്ലാൻ എന്താണെന്ന് തന്നോട് പറയും. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. അതോർത്ത് താൻ പേടിക്കണ്ട. തനിക്കൊരു പോറല് പോലും ഏൽക്കാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്ക് വേണ്ടത് സഹായിക്കാമെന്ന തന്റെ ഉറപ്പാ. എന്നെ സഹായിക്കുന്നവരെ ഒരിക്കലും ഞാൻ ചതിക്കില്ല. സഹായിക്കാം. ഗുഡ്. നിഷ, കുറച്ചുകൂടെ മുന്നിലേ. റിഹേഴ്സൽ. ആ നീലേ, ആ ഡയലോഗ് പറഞ്ഞ് തുടങ്ങുമ്പോഴേ ആ മൂവ്മെന്റ് ഇട്ടോണം. ആക്ഷൻ. മുമ്പിൽ വന്നു നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ എളുപ്പത്തിൽ തിരിച്ചറിയാം. അതുകൊണ്ട് കീഴടക്കാനും എളുപ്പമാണ്. പക്ഷേ കൂടെ നിന്ന് ചതിക്കുന്നവരെയാണ് നേരിടാൻ പ്രയാസം. എല്ലാ ശക്തരും എല്ലാ സാമ്രാജ്യങ്ങളും തകർന്നു വീണിട്ടുള്ളത് ചതിയന്മാരുടെ മുമ്പിലാ. കട്ട്. ഇനിട്ടേക്ക് വാ. നോക്കാം സർ. ആ, കുറച്ചുകൂടെ ലെഫ്റ്റ്. ആ, ഓക്കെ. തന്റെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? ഒന്നുമില്ല സർ. ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഹിറ്റാവോ? ഹിറ്റാവും സർ. ആയാ മതിയായിരുന്നു. എന്റെ ലൈഫായി സിനിമ. ഓക്കെ ഓക്കെ. ഹലോ, കൊറേ നേരം ആയല്ലോ ഫോൺ നോക്കിയിരിക്കുന്നു. ഇങ്ങനെ പതിവില്ലാത്തതായിരുന്നല്ലോ. എന്തായിരിക്കും കാരണമെന്നാ വിചാരം? ആ, എനിക്കെങ്ങനെ അറിയാം? പതിവില്ലാത്ത പലതും എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഗൗരി. ഞാൻ പോലും വിചാരിക്കാത്ത പലതും. അത്ഭുതം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചിലത്. അപ്പൊ എനിക്ക് മാറാതിരിക്കാൻ പറ്റുമോ? എന്നോട് പറയാൻ പറ്റുന്നതാണോ? രഹസ്യമാണ്, എന്നാലും നിന്നോട് പറയാം. ആ, നമ്മുടെ നീലില്ലേ, നീലിന് ഇപ്പോഴും എന്നോട് ആ പഴയ ഇഷ്ടം. ഏ? ആ, ആദ്യം തമാശയാണെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ കരുതി കളിയാക്കുകയാണെന്ന്. അല്ല, ശരിക്കുമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഒരു നടനായി നീലിനെ ഞാൻ ബൂസ്റ്റ് ചെയ്തില്ലേ, അതായിരിക്കും പുള്ളിക്കാരന് എന്നോടുള്ള ഇഷ്ടം. എന്നാലും നീല് വിശ്വാസം വരുന്നില്ലല്ലേ? തെളിവ് കണ്ടാ വിശ്വസിക്കോ? തെളിവോ? ദാ, ഇതെന്റെ വാട്സാപ്പാ. ഇതില് നീലിന്റെ ഫോണിൽ നിന്ന് വന്ന മെസ്സേജ് വായിക്ക്. ദൈവമേ, ഇത് നീലിന്റെ നമ്പറിൽ നിന്ന് തന്നെയാണല്ലോ.
ഞാൻ സഹായിക്കണോ ആ, അല്ലെങ്കിൽ വേണ്ട വന്നാ. ഞാൻ കൂടിയാ നിങ്ങളുടെ ആ താളം പോവും. അങ്ങനെയൊന്നുമില്ല, നീ കുടിക്കും. വേണ്ട, നടക്കട്ടെ. വേദ വെറുതെ ചോദിച്ചതാമേ നമ്മളെ കളിയാക്കാൻ. അത് തന്നെ. എന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? ചോദ്യത്തിന്റെ രീതി കണ്ട അറിഞ്ഞൂടെ? നിനക്കെന്തോ കുഴപ്പമുണ്ട്, അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. വെറുതെ വഴക്കിടാൻ വരണ്ട. ആരാ വന്നത്? ഞാനാണോ? അയ്യോ തുടങ്ങിയ പിന്നെ വെറുതെ കൊള്ളിവാക്ക് പറയാ ഗൗരി ഇവള്. അത് ചിലരുടെ സ്വഭാവം. അത് മാറണമെങ്കിൽ മരിക്കണം. എന്തിനാടി വെറുതെ എരുതിയിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്നത്? ആ ഇനി എന്നെ നെഞ്ചത്തോട്ട് കയറിക്കോ. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാധാരണ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണല്ലോ. ആക്കല്ലേ, ഒരു തവണ പുറത്തു പോയതാ, മറന്നിട്ടില്ലല്ലോ. ആ, പറഞ്ഞു വിട്ടവര് എന്നെ കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നത് മറന്നില്ലല്ലോ അല്ലേ? മറക്കല്ലേ. അത് ഇവിടെയുള്ളവരെ കൊള്ളാഞ്ഞിട്ട്. ആ, മതി മതി, വന്നത് എന്തിനാണെന്ന് പറ. എനിക്ക് വീട് വരെ ഒന്ന് പോണം. എന്താണാവോ വിശേഷം? വിശേഷം ഉണ്ടെങ്കിലേ പോകാൻ പാടുള്ളൂ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് പോവാണോന്ന് ഉദ്ദേശിച്ചു പറഞ്ഞതാ. ഒന്നുമില്ല, വെറുതെ പോന്നതാ. എന്തൊരു പണിയുണ്ട്. ഗിരിയുടെ അടുത്ത് പറഞ്ഞോ? എല്ലാരോടും വരി നിന്ന് സമ്മതം വാങ്ങാനൊന്നും എന്നെ കിട്ടില്ല. ആരോടൊക്കെ പറയണ്ടെന്ന് വെച്ചാ അമ്മ പറഞ്ഞാ മതി. എന്തു മറുപടിയാ വേദ ഇത്? ഗിരി നിന്റെ ഭർത്താവല്ലേ? പറയേണ്ടത് മര്യാദയല്ലേ? എനിക്കിത്തിരി മര്യാദ കുറവാ, പറ്റുമെങ്കിൽ സഹിച്ചാ മതി. അമ്മയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, വലിച്ചു കേറി അടുപ്പത്ത് വെച്ച് കത്തിച്ചാണ്. ആ, ഈ ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേനെ കേട്ടാ. ആ, കത്തിക്കാൻ ഇങ്ങോട്ട് വാ. എന്താ വേദ ഇത്? അപ്പൊ അവള് പറയുന്നതോ? അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും അവളോടാ കൂറ്, എന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ല. ഈ തോന്നല നീ ആദ്യം മാറ്റേണ്ടത്. സ്നേഹം കിട്ടണമെങ്കിൽ നമ്മളും അത് കൊടുക്കണം. നീ ഞങ്ങളെയൊക്കെ ഒന്ന് സ്നേഹിച്ചു നോക്കിയേ, എല്ലാരും നിന്നെ തിരിച്ചും സ്നേഹിക്കും. ഓ ഇനി ഇവിടെയുള്ളവരുടെ സ്നേഹം കിട്ടാൻ തന്നെ കുറവേ ഉള്ളൂ. എനിക്കാരുടെ സ്നേഹവും വേണ്ട, അംഗീകാരവും വേണ്ട. ഞാൻ വീട്ടിൽ പോവാ. ചിലപ്പോ 1-2 ദിവസം കഴിഞ്ഞേ വരൂ. ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പരാതി പറഞ്ഞേക്കരുത്. ഓ, ചാച്ചി ചാച്ചി താന്ന് കൊടുത്തിട്ടാണ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി ഒന്ന് പറഞ്ഞു നോക്കിയാണ്. ആ പെണ്ണ് താനെ അടങ്ങുവോ? ഞാനിത് എത്ര കാലമായി പറയുന്നു, കേക്കണ്ടേ? പോട്ടേന്ന് വെച്ചിട്ട് എത്രയായാലും ഗിരിയുടെ ഭാര്യയല്ലേ? കിരിയുടെ ഭാര്യ. ഓ, ഗിരിയുടെ ഭാര്യ. ആ വിചാരം നമുക്ക് മാത്രം ഉണ്ടായ പോരാ. പോട്ടെ, സാരമില്ല. ഏതായാലും 1-2 ദിവസത്തേക്ക് ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടാവുമല്ലോ. എനിക്ക് അത് മതി. അയ്യോ എനിക്ക് അത് തന്നെ മതി ചേച്ചി. ഓ. നിങ്ങൾ ഏത് ഹോട്ടലിലാ താമസിക്കാൻ പോകുന്നത്? ലൊക്കേഷൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാ. എങ്കിൽ ആ ഹോട്ടലില് എനിക്കൊരു മുറി ബുക്ക് ചെയ്യണം. എന്തിനാ മാഡം? അതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ടി മുറി ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് നീൽ ഒരു കാരണവശാലും അറിയരുത്. അത് ഒരേ ഹോട്ടലിലാവുമ്പോ നിങ്ങൾ വിചാരിച്ചാ അറിയാതെ നോക്കാൻ പറ്റും. എനിക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് നീല് താമസിക്കുന്ന മുറിയുടെ അടുത്ത് തന്നെയുള്ള മുറി കിട്ടണമെന്നില്ല. ഓ, അപ്പോ അടുത്ത് തന്നെയുള്ള മുറി വേണം. വേണം. മാഡം, പ്രശ്നമാവോ? ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീൽ അറിയാനേ പോകുന്നില്ല. പിന്നെ എന്തിനാ മാഡം മുറിയെടുക്കുന്നത്? പറഞ്ഞുതരാം. ഉം. നീല് 2 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാനും മാറുന്നു. മാറുന്നത് എവിടേക്കാ? ഹോട്ടലിലേക്ക്? അല്ല, എന്റെ വീട്ടിലേക്ക്. അല്ലെങ്കിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിപ്പിക്കാൻ പോകുന്നത്. ഞാൻ എന്റെ വീട്ടിലാണല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുന്ന നീലിന്റെ വീട്ടുകാരുടെ മുമ്പിലേക്ക് ഇടുത്തി പോലെ ഒരു വാർത്ത എത്തും. ഞാനും നീലും ഒരു ഹോട്ടലില് അടുത്തടുത്ത മുറികളിൽ താമസിച്ചിരുന്നു. അത് കേൾക്കുമ്പോ അവരെന്തായിരിക്കും വിചാരിക്കാൻ പോകുന്നത്? ഞാനും നീലും തമ്മില് പഴയ ബന്ധം വീണ്ടും തുടങ്ങിയെന്നല്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്ന് നീല് പറഞ്ഞാലും അവര് വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കോ? അതില്ല. അതാണ് എന്റെ പ്ലാൻ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി.
സാറിന്റെ ബ്രദറിന്റെ വൈഫിന്റെ പേര് വേദ എന്നാണോ? അതെ. ആ കുട്ടി എന്തിനാ ഈ ഹോട്ടലിൽ മുറിയെടുത്തത്? ആര്, വേദയോ? ഈ ഹോട്ടലിലോ? അതെ, അവര് 109-ലുണ്ട്. എന്നോടൊരു വെയിറ്ററാ പറഞ്ഞത് ആ മുറി താമസിക്കുന്നത് സാറിന്റെ റിലേറ്റീവ് ആണെന്ന്. അയാള് നിന്നോട് അങ്ങനെ പറയാൻ എന്താ കാരണം? അല്ല, ഞാൻ നോക്കിയപ്പോ അത്യാവശ്യം ഭംഗിയൊക്കെ ഉള്ള ഒരു പെണ്ണ്. ഞാൻ കരുതിയത് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതായിരിക്കുന്ന. ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് വരുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അതായിരിക്കും എന്ന് വിചാരിച്ച് കൺട്രോളറോട് ചോദിച്ചപ്പോ അവർക്കാർക്കും അറിയില്ല. അപ്പോഴാണ് ഞാൻ വെയിറ്ററോട് ചോദിച്ചത്. അവളെന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത്? വിളിച്ചു നോക്ക് സാറേ, കാര്യം എന്താണെന്ന് അറിയാലോ. ഹലോ. നീ എന്താ ഇവിടെ വന്ന് താമസിക്കുന്നത്? മരിക്കാൻ. ഏ? അതെ, മരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഹോട്ടലിൽ തന്നെ മുറിയെടുത്തത്. നീലുള്ള ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടന്നു. ഞാൻ ഒരു ബോട്ടിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു. ഇനി അധിക നേരം ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. വേദ, നീ തമാശ പറയരുത്. തമാശയല്ല, സത്യം. അല്ലെങ്കിൽ നീല് താമസിക്കുന്ന ഈ ഹോട്ടലില് ഞാൻ എന്തിനു വന്ന് താമസിക്കണം? ഈ ജീവിതം എനിക്ക് മടുത്തു. നീലും സ്വാതിയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചോളും. ഗുഡ് ബൈ. വേദ, വേദ. എന്താ പ്രശ്നം സാറേ? അവള് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു. ആ കുട്ടിയോ? അതെ. ഉറക്കത്തിന് പ്രോബ്ലം ഉള്ള കുട്ടിയാണോ? ഉറങ്ങാനല്ല, മരിക്കാൻ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പോലീസിനെ വിളിച്ചാലോ? അയ്യോ, അബദ്ധമൊന്നും കാണിക്കല്ലേ സാറേ. പോലീസ് വന്ന ആകെ നാറ്റ കേസാവും. വേഗം ചെന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്ക്. ഫോണിൽ കൂടെ സംസാരിച്ചപ്പോ ബോധം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. എന്നാ സമയം വൈകിക്കണ്ട, വേഗം ചെന്ന് രക്ഷിക്കാൻ പറ്റും. അനങ്ങാതിരിക്കല്ലേ സാറേ, വേഗം ചെന്ന് രക്ഷിക്കേ, അല്ലെങ്കിൽ പ്രശ്നമാവും. വേദ, വേദ, എന്താ ഈ കാണിച്ചത്? നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? താമോയി വേഗം ഒരു വണ്ടി വിളിച്ചോണ്ട് വാ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശരി സാർ. വേദ, 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 കണ്ണു തുറക്ക്. ഇത് ഞാനാ, നീല്. വേദ. ആ, എന്താ? ഞാൻ പോവാണ് നീൽ. ഗുഡ് ബൈ. അങ്ങനൊന്നും പറയില്ലേ വേദ, നിനക്കൊന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. നീൽ, എനിക്ക് വയ്യ. വേദ, എണീക്ക്. വേദ, 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 കണ്ണു തുറക്ക്. വേദ, വേദ. ആ, ഗിരിയെത്തി വന്നല്ലേ. ആ പെണ്ണിനെ കണ്ടില്ലല്ലോ, കിട്ടിയില്ലെന്തോ. എന്തായി, വല്ല വിവരവും കിട്ടിയോ? ഇല്ല, കുറെ ഫ്രണ്ട്സിന്റെ നമ്പർ ഗണേശൻ തന്നിരുന്നു. അതിലൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ല. പിന്നെ അവൾ ഇത് എവിടെ പോയി? എവിടെ പോയാലും എനിക്കൊന്നുമില്ല, തിരിച്ചു വരാതിരുന്നാ മതി. അതേ ഉള്ളൂ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അങ്ങനെയൊന്നും പറയല്ലേ ഗിരി, നിന്റെ ഭാര്യ. ഭാര്യ? സാധാരണ ഭാര്യമാർ ചെയ്യുന്ന കാര്യമാണോ അവള് ചെയ്യുന്നത്? എനിക്ക് അവളെ ഭാര്യയായിട്ട് പോയിട്ട് ഒരു ഫ്രണ്ടായിട്ട് പോലും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് വെറുപ്പാ. മോനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ചേച്ചി. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ വല്ലതും ചെയ്യണാണ് ഇപ്പൊ ആ പെണ്ണ് ചെയ്തു കൂട്ടണത്. എന്നാലും അവൾ ഇത് എങ്ങോട്ട് പോയതായിരിക്കും? അതാ ഞാനും ആലോചിക്കുന്നത്. ഇതൊരു വെറും പോക്കൊന്നുമല്ല, ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. എന്ത് ദുരൂഹത? അതാ കണ്ടുപിടിക്കേണ്ടത്.
ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാ ഞാൻ ആ ഹോട്ടലിൽ മുറിയെടുത്തത്. അതൊന്നും നടത്താൻ എനിക്ക് പറ്റിയില്ല. എന്റെ തലവേദന പിടിച്ച അച്ഛനും അമ്മയും ആ നേരം നോക്കിയാ വീട്ടിലേക്ക് എഴുന്നള്ളിയത്. പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനാ കാണണോന്ന് പറഞ്ഞത്, നിന്നെ വിളിപ്പിച്ചതും. അവിടുത്തെ താമസം എപ്പോ കഴിയും? ഇന്ന് കഴിയും. അപ്പോ ഇന്ന് നീല് വീട്ടിലേക്ക് തിരിച്ചു വരും. അതെ. എങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇത് എന്റെ ചുരിദാറാ. നീ ഇത് നീലറിയാതെ നീലിന്റെ ബാഗിലിടണം. അയ്യോ, പേടിക്കാനൊന്നുമില്ല. എന്തായാലും നീലിന്റെ ബാഗ് നീ ആയിരിക്കുമല്ലോ പാക്ക് ചെയ്യുന്നത്. നീലറിയാതെ ചെയ്താ മതി. റിസ്ക് ആണ് മാഡം. എങ്ങാനും അറിഞ്ഞ. അറിയില്ല. നീൽ അതൊന്നും ശ്രദ്ധിക്കില്ല. എന്തിനാ മാഡം അങ്ങനെ ചെയ്യുന്നത്? നീ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. എടോ, ഈ ചുരിദാർ ഒരു ബോംബാ. ഇത് വീട്ടില് വരുമ്പോ പൊട്ടും. മനസ്സിലായില്ല അല്ലേ? തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാ മതി. വെറുതെ വേണ്ട, ഇതിനും കാശ് തരാം. ഇന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന നീലിന്റെ ബാഗിൽ ഒരുപാട് സംശയങ്ങൾക്കിട കൊടുക്കുന്ന ഈ ചുരിദാറിന്റെ ടോപ്പ് ഉണ്ടാവും. ഇത് സ്വാതിയുടെ കണ്ണിൽ പെടും. ബാക്കി ഞാൻ ചെയ്തോളാം. നീൽ സാറിന്റെ ഫാമിലിയെ തകർക്കാനുള്ള പരിപാടിയാണല്ലേ മാഡം? നീലിന്റെ ഫാമിലി എന്ന് പറഞ്ഞാ ഞാനും നീലും അടങ്ങുന്ന കുടുംബം എന്നാണ് വരേണ്ടിയിരുന്നത്. എന്റെ ഭാഗ്യക്കേടുകൊണ്ടാ അത് സംഭവിക്കാതിരുന്നത്. എനിക്ക് എന്റെ തലവര തിരുത്തണം. അതിന് ഞാൻ എന്തും ചെയ്യും. പിടിക്ക, ഞാൻ ഉദ്ദേശിച്ചത് നടന്നിരിക്കണം. താനത് എവിടെ പോയതാ? നീലിന് ഇറങ്ങണ്ടേ? ഞാനൊരു സാധനം മേടിക്കാൻ പോയതാണ്. നീലിന്റെ വർക്ക് കഴിഞ്ഞു. ഇനി പഴയ ലൊക്കേഷനിലേ ഉള്ളൂ. വെറുതെ എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത്? പോയേക്കാം. എന്നാ ഞാൻ ഇറങ്ങാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി സാർ. സാറ് ബാഗ് പാക്ക് ചെയ്തായിരുന്നോ? എന്നെ കുറെ നേരം നോക്കി, കാണാതായപ്പോ ഞാൻ തന്നെ അങ്ങ് ചെയ്തു. അത് വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാ പറ്റൂ. എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് എനിക്ക്. സാറ് ഫ്രഷ് ആവുന്നില്ലേ? എന്തിന്? വീട്ടിലേക്കല്ലേ പോകുന്നത്. ഇതൊക്കെ മതി. അല്ല സാർ, ഒന്ന് ഫ്രഷ് ആയേക്ക്. ചിലപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലം വരെ കയറേണ്ടി വരും. ഏത് സ്ഥലം? എന്റെ സെറ്റപ്പിൽ ഒരു പ്രൊഡ്യൂസറുണ്ട്, കോടീശ്വരനാ. പുള്ളിക്ക് ഒരു പടം പിടിക്കാൻ ആഗ്രഹമുണ്ട്. സാറിന്റെ കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. അത് നടന്നാ നമുക്കിഷ്ടമുള്ള ഡയറക്ടറെ വെച്ച് ചെയ്യിക്കാൻ പറ്റും. പ്രൊഡ്യൂസറെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണാന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? എന്ത് മോശം? നമ്മളൊരു പടം ചെയ്യാൻ നിർബന്ധിക്കൊന്നുമല്ലല്ലോ. കാണുന്നു, പരിചയപ്പെടുന്നു, പിരിയുന്നു. ഇതൊക്കെ സിനിമയിൽ പതിവായിട്ട് നടക്കുന്ന സംഗതികളല്ലേ സാറേ? നല്ല പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ നല്ല പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ആലോചിക്കാൻ സമയമില്ല. സാർ പെട്ടെന്നൊന്ന് ഫ്രഷ് ആവും. ഫ്രഷായി ഇറങ്ങാം. ഇറങ്ങാം. പക്ഷേ പ്രൊഡ്യൂസറെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിളിച്ചു ചോദിച്ചപ്പോ പുള്ളി അവിടെ ഇല്ല. സാരമില്ല, വേറെ ദിവസം കാണാം. ഇറങ്ങാം. ശരി സാർ. ബാഗ് എടുത്തോ. ആ